മക്കളെ നമസ്കാരം. നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നോക്കാൻ പോകണം. അതിന് മുന്നേ ആദ്യം ഇപ്പോൾ ഡിഫറൻസിയേഷൻ എന്തെന്ന് പഠിച്ചു, അതുപോലെ തന്നെ അൾജിബ്ര ഓഫ് ഡിഫറൻസിയേഷൻ, സമ്മും പ്രൊഡക്റ്റ്, സ്കെയിലാർ മൾട്ടിപ്പിൾ, അതുപോലെ കോഷ്യൻറ്റിൻ്റെ കൺസെപ്റ്റെല്ലാം പഠിച്ചു. ഇനി അടുത്തൊരു കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട്. അപ്പോഴാണ് കോമ്പോസിഷനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന കൺസെപ്റ്റ് പറയുന്നത്. അതായത് രണ്ട് ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു, എഫും ജിയും. എഫ് സ്റ്റാർട്ട് ഫ്രം ക്ലോസ് ടു എ ബി ഇൻറ്റു ആർ ആണ്. എഫ് ക്ലോസ്ഡ് എ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എഫിൻ്റെ റേഞ്ച് സ്വാഭാവികമായിട്ടൊരു ഇൻ്റർവൽ കൂടിയായിരിക്കും. ആ ഇൻ്റർവലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എഫ് ഡാഷ് എക്സിസ്റ്റ് അറ്റ് സം പോയിൻറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് എ ബി. കണ്ടിന്യൂസ് ആവുന്നതുകൊണ്ടാണ് എഫ് ഓഫ് ക്ലോസ്ഡ് എ ബി ഒരു കോമ്പാക്ട് സെറ്റ് ആയിരിക്കും. ആക്ച്വലി അതൊരു ഇൻ്റർവൽ കൂടിയായിരിക്കും, കണക്റ്റഡും ആയിരിക്കും കഴിഞ്ഞ ചാപ്റ്റർ പ്രകാരം. അപ്പോൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത അത് എഫിൻ്റെ റേഞ്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ജി എഫിൻ്റെ റേഞ്ചിനെ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ജി കോമ്പോസിഷൻ എഫ് ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡിഫറൻസിയേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സം പോയിൻറ്റ് എക്സ് ഇൻ ക്ലോസ് ടു എ ബി ആൻഡ് ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് എവിടെയാണോ ഡിഫറൻഷ്യബിൾ ആകുന്നത് ആ ഇമേജിൽ എഫ് ഓഫ് എക്സിൽ ജി ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് എക്സിലാവണം. കാരണം ജി കോമ്പോസിഷൻ എഫ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജി എൻഡ് ചെയ്യുന്നിടത്ത് എൻഡ് ചെയ്യും. എഫ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ടു എ ബിയിൽ നിന്നാണ്. ഓക്കെ, അത് എഫ് ഓഫ് ക്ലോസ് ടു എ ബിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഐയിൽ എത്തിച്ചേരും. ക്യാപിറ്റൽ ഐയിലുള്ള ഇമേജസിനെ ജി റിയൽ ലൈനിലേക്ക് എത്തിക്കും. സോ ജി കോമ്പോസിഷൻ എഫ് ഫ്രം ക്ലോസ് ടു എ ബി ഇൻറ്റു ആർ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് എവിടെ ഡിഫറൻഷ്യബിൾ ആണെന്നാണ്, എക്സിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. ഇത് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് വരാം. സപ്പോസ് ദാറ്റ് ഗിവൺ ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി, എഫ് ഫ്രം ക്ലോസ് ടു എ ബി ഇൻറ്റു ആർ, ജി ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഫ്രം ഐ ഇൻറ്റു ആർ, വേർ ഐ ഈസ് ആൻ ഇൻ്റർവൽ വിച്ച് കണ്ടെയ്ൻസ് range of the function f. So we can easily define our function h because g composition f is possible here. So h of t is defined by g of f of t. We need to prove this function g, the composition of g and f, should be continuous at the point x. For that purpose we assume our f is differentiable at x and g is differentiable at f of x. Okay. First we will apply the definition of both the differentiability of both of the function f and g. Since f is differentiable at x, then by the definition limit t tends to x, f of t minus f of x divided by t minus x is equal to f dash of x exists. And g is differentiable at f of x means f of x means g of f of x minus g of f of t minus g of f of x divided by f of t minus f of x is equal to g dash of f of x exist. അതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, ആദ്യത്തിലേക്ക് നോക്കാം. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ് എന്ന് പറയുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൽ എച്ച് എസ് കാണുന്നതിൻ്റെ ലിമിറ്റാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ കൂടെ ഒരു സ്മോൾ ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് കിട്ടും. അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് മൈനസ് എ ഫംഗ്ഷൻ യു ഓഫ് ടി. ഈ യു ഓഫ് ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എഫ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയായിരിക്കും ക്ലോസ് ടു എ ബിയിൽ നിന്ന് ആറിലേക്ക്. കൂടാതെ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് യു ഓഫ് ടിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോഴാണ് അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് യു ഓഫ് ടി എന്ന് കിട്ടും. പക്ഷേ യു ഓഫ് ടിയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ആവുന്നതുകൊണ്ട് അത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ആ യു എക്സിസ്റ്റ് ചെയ്തതെന്ന് പ്രത്യേകം ഓർക്കുക. സോ ഫ്രം ദിസ് ഫോമുല എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് മൈനസ് യു ഓഫ് ടി എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് യു ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ ജി ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ജിയുടെ ഡിഫറൻസിയേഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ലിമിറ്റ് എസ് ടെൻസ് ടു വൈ ജി ഓഫ് എസ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡ് ബൈ എസ് മൈനസ് എസ് വൈ ഈക്വൽ ടു ജി ഡാഷ് ഓഫ് വൈ എക്സിസ്റ്റ്. ഇനി എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ എഫ് ഓഫ് ടി ആണ്, വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സും ആണ് നോക്കുക. ഓക്കെ, ഇനി ജിയുടെ ഇതേ കാര്യം
തൊട്ട് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു യു എന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ലേബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ലിമിറ്റേഷൻ ടു എക്സ് യു ഓഫ് ടിയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത അത് ജി സ്റ്റാർട്ട് ചെയ്യുന്നിടത്തായിരിക്കും. ജി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഐയിൽ നിന്നാണ്. സോ വി ഇസ് എസ് ഫംഗ്ഷൻ സ്റ്റാർട്ടിങ് ഫ്രം ഐ ഇൻ ടു ആർ സച്ച് ദാറ്റ് ലിമിറ്റ് എസ് ടെൻസ് ടു വൈ വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി മുകളിൽ പറഞ്ഞ അതേ കണ്ടീഷൻ പ്രകാരം ജി ഡാഷ് ഓഫ് വൈ ക്യാൻ ബി റിട്ടൺ എസ് ജി ഓഫ് എസ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ എസ് മൈനസ് വൈ മൈനസ് വി ഓഫ് എസ് എന്ന് എഴുതാൻ പറ്റും വിത്ത് എസ് നോട്ട് ഈക്വൽ ടു വൈ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ജി ഓഫ് എസ് മൈനസ് ജി ഓഫ് വൈ ക്യാൻ ബി റിട്ടൺ എസ് ജി ഡാഷ് ഓഫ് വൈ പ്ലസ് വി ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1ഉം 2ഉം, അതായത് എഫിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പ്രകാരം 1ഉം ജിയുടെ ഡിഫറൻഷ്യബിലിറ്റി പ്രകാരം 2ഉം കിട്ടി. എഫിൽ നിന്ന് ഒരു ഫംഗ്ഷൻ പുതിയ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് യു ഓഫ് ടി, ജിയിൽ നിന്ന് കിട്ടിയത് വി ഓഫ് എസുമാണ് നോക്കുക. ഓക്കെ, ദെൻ എച്ച് ഓഫ് ടി മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് ടി മൈനസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ജി ഓഫ് എഫ് ഓഫ് ടി മൈനസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുകളിൽ ഇക്വേഷൻ 2ൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വി ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് വൈ. എസ് മൈനസ് വൈ എന്നാൽ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വില ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വി ഓഫ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് യു ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജി ഡാഷ് ഓഫ് എസ് പ്ലസ് വി ഓഫ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് യു ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ് എന്നാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടി നോട്ട് ഈക്വൽ ടു എക്സ് ആണ്. എച്ച് ഓഫ് ടി മൈനസ് എച്ച് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്തായി മാറുന്നു? ജി ഡാഷ് ഓഫ് വൈ പ്ലസ് വി ഓഫ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് യു ഓഫ് ടി എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് യു ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ടി എക്സിലേക്ക് പോകുമ്പോൾ യു ഓഫ് ടി ടെൻസ് ടു 0. ഓക്കെ, ഇനി ടി എക്സിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് ടി ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഒക്കെ ആയിരിക്കും. ബിക്കോസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ആവണമെങ്കിൽ ആദ്യം കണ്ടിന്യൂസ് ആവണം. അതുകൊണ്ടാണ് ടി ടെൻസ് ടു എക്സ് ആവുമ്പോൾ എഫ് ഓഫ് ടി ടെൻസ് ടു എഫ് ഓഫ് എക്സ് ആയത് ബൈ ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ്. But f of t equal to actually here s and f of x is equal to y. That means if t tends to x then s tends to y എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇംപ്ലൈസ് നമുക്ക് എസ് ടെൻസ് ടു വൈ ആണെങ്കിൽ വി ഓഫ് എസിൻ്റെ വാല്യൂ എവിടേക്ക് ടെൻഡ് ചെയ്യുന്ന അറിയാം? 0. അപ്പോൾ ഇവിടെ നമ്മൾ എഫിൻ്റെ കണ്ടിന്യൂറ്റി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം ഓർക്കുക. സോ ഇഫ് t tends to x then u of t tends to 0 and v of s tends to 0. Just apply this limit on both sides of the above equation of h of t minus h of x divided by t minus x. We get limit t tends to x h of t minus h of x divided by t minus x equal to ഫസ്റ്റ് ടേമിൽ നിന്നുള്ള v of s 0ലേക്ക് പോകുന്നു, u of t യും 0ലേക്ക് പോകുന്നു. So you got g dash of y into f dash of x. Just substitute the value of y here. So we get g dash of f of x into f dash of x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൺക്ലൂഷൻ പറയുന്നത് ഒരു കോമ്പോസിഷൻ ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ നിന്ന് പോയിൻ്റ് വൈസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രോബ്ലംസ് ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഇനി വരുന്നത്. അതിൽ ആദ്യത്തെ എക്സാമ്പിളിലുള്ള ഫംഗ്ഷൻ ഒരു കണ്ടീഷൻ ടൈപ്പ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ കർവ് നിങ്ങൾ ഗ്രാഫർ ഫ്രീ ആപ്പിൽ നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 0 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണാൻ നമുക്ക് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും കാണേണ്ടത് മുകളിലെ ഡൊമൈനിലാണ്, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 കേസിലാണ്. 0യിലാണ് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ എഫ് ഓഫ് 0യുടെ വാല്യൂ 0 ആണ്. നമ്മൾ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ 1/x. ഇവിടെ സൈൻ 1/x എന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷനാണ്. അപ്പോൾ സൈനിൻ്റെ വാല്യൂ -1നും 1നും ഇടയിലാണ്, എക്സ്റ്റെൻസ് ടു 0 ആണ്. അപ്പോൾ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഇൻറ്റു സൈൻ 1/xൻ്റെ വാല്യൂ എവിടേക്ക് ടെൻഡ് ചെയ്യും? 0ലേക്ക്. അത് നിങ്ങൾ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും. 0യുടെ അടുത്ത് എത്തുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ 1/x 0ലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതിൻ്റെ എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 കേസിൽ എല്ലായ്പ്പോഴും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കാരണം എക്സും ഡിഫറൻഷ്യബിൾ ആണ്. സൈൻ 1/x ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫറൻഷ്യബിൾ. സോ ഇൻ ദ ഡൊമൈൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 ദ ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈൻ 1/x ഡിഫറൻഷ്യബിൾ. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ കിട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് 1/x ഇൻറ്റു -1/x² പ്ലസ് സൈൻ ഇൻറ്റു 1/x. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എക്സ് ഈക്വൽ ടു 0ൽ ആ ഇക്വേഷൻ 1ലുള്ള രണ്ട് ടേംസ് ഡിഫൈൻഡ് അല്ല. അതായത് കോസ് 1/x ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, സൈൻ 1/x
ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ -1/x² എക്സ് എക്സും കട്ട് ചെയ്യുമ്പോൾ -1/x അതും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ x = 0 ഇവിടെ f' മുകളിലുള്ള ഡൊമെയിൻ വർക്ക് ആവുന്നില്ല എന്ന് നമുക്കറിയാം. ഇനി x = 0 കേസിൽ sin 1/x ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മുകളിലുള്ള ടേം 1 വെൽ ഡിഫൈൻഡ് അല്ല, x = 0 എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ്റെ 0ൽ ഡിഫറൻഷ്യബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ f(t - f(x) / t - 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ f(0) ആണ് കൊടുക്കേണ്ടത്, f(t - f(0) / t - 0. ഓക്കെ, അപ്പോൾ f(0) 0 ആണ്. അപ്പോൾ f(t) / t ആണ്. f(t) / t എന്ന് പറഞ്ഞാൽ t × sin 1/t / t. ടിയും ടിയും കട്ട് ചെയ്യുമ്പോൾ sin 1/t എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ലിമിറ്റ് t → 0 f(t - f(0) / t - 0 ഈക്വൽ ടു ലിമിറ്റ് t → 0 sin 1/t. sin 1/tയുടെ ലിമിറ്റ് t → 0 ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ഫംഗ്ഷൻ f ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത 0 ഒഴികെ മറ്റെല്ലാ പോയിൻറ്റുകളിലും ഡിഫറൻഷ്യബിളാണ്. കൂടാതെ ഈ ഫംഗ്ഷൻ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസുമായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് എവരിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. f(x) = x² sin 1/x for x not equal to 0 and 0 for x equal to 0. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f' നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ x² cos 1/x -1/x² പ്ലസ് 2x sin 1/x ആണ്. Therefore f is differentiable for x not equal to 0. നോൺ സീറോ കേസിലെല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. ഇനി സീറോ കേസിൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ലിമിറ്റ് t → x f(t - f(0) / t - 0 കൺസിഡർ ചെയ്യണം. പക്ഷേ ആ വാല്യൂ എന്തായിരിക്കും? t² sin 1/t - 0 / t - 0. ടിയും ടിയും കട്ട് ചെയ്യുമ്പോൾ t × sin 1/t എന്ന് മാറും. ലിമിറ്റ് t → 0 f(t - f(0) / t - 0 ഈക്വൽ ടു ലിമിറ്റ് t → 0 t × sin 1/t. sin 1/tക്ക് t = 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അത് ബൗണ്ടഡ് ഫംഗ്ഷനാണ്. കൂടാതെ t → 0 ആണ്. അപ്പോൾ t → 0യും sin 1/t ബൗണ്ടഡും ആവുന്നതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് 0 തന്നെയായിരിക്കും. Therefore അത് നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? f'(0) എക്സിസ്റ്റ് ചെയ്യും. കാരണം അത് t × sin 1/t എന്ന് പറയുന്ന ഫംഗ്ഷൻ 0ൽ കണ്ടിന്യൂസ് കൂടിയാണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, കണ്ടിന്യൂസ് അല്ല, റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റിയാണ് അതിനെ എക്സിസ്റ്റ് ചെയ്യുക. 0യുടെ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിനാണ് ഗിവൺ ഫംഗ്ഷൻ 0 കൂടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. Therefore എഫിന് 0 എന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. f ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. ഓക്കെ, അപ്പോൾ f'(0) = 0 നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ കേസിൽ x × sin 1/x എടുത്തപ്പോൾ 0 ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ x² എടുത്തപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി കിട്ടി. ഇതുപോലെ x³ എടുക്കുമ്പോഴെല്ലാം നമുക്ക് ഡിഫറൻഷ്യബിൾ ആവുമെന്ന് മനസ്സിലാവും. ഇനി x² പ്രത്യേകത ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. x³ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും, തേർഡ് ഉണ്ടാവില്ല. അപ്പോൾ x⁻n × sin 1/x for x not equal to 0, 0 for x equal to 0 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ കേസിലെ ഫംഗ്ഷന് ആദ്യത്തെ n - 1 ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യും. nth ഡെറിവേറ്റീവ് പക്ഷേ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നോക്കാം. ഓക്കെ.